ഇത് ഒരു മാസത്തിൽ ഞാൻ 2 ആഴ്ചത്തേക്ക് മേടിച്ച മരുന്നിൻ്റെ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ കുറേ മരുന്നുണ്ട്. കാൽസ്യത്തിനും വിറ്റാമിനും ഒക്കെ കഴിക്കുന്ന മരുന്നുകളുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റാണ് ഇത്രയും. ഓരോ മരുന്നിനും ഭയങ്കര റേറ്റാണ്. ഒരു മാസം 35,000 രൂപയുടെ മരുന്നുകളാണ് ഞാൻ കഴിക്കുന്നത്. എന്താണ് സോറിയാസിസ് ആർത്രൈറ്റിസ്? അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് സോറിയാസിസ് ആർത്രൈറ്റിസ് മൂലം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതുമൂലം എനിക്കുണ്ടായ ചില മാറ്റങ്ങളുമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വെലിവേഴ്സിനാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ തലയിൽ ഈ പൊട്ട് പിടിച്ച പോലെ താരം കാണുമ്പോൾ അത് താരനാണെന്നും പറഞ്ഞ് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇത് പക്ഷേ എൻ്റെ ശരീരത്തിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. പലവിധ രോഗത്താൽ ഞാൻ അലയുമ്പോഴും ഓരോ ഇത് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അതങ്ങേ അറ്റമായി കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താനും പറ്റും. ഇത് ഡോക്ടർ വിഷ്ണുവാണ് അവസാനം കണ്ടുപിടിച്ചത്. സോറിയാസിസ് ആർത്രൈറ്റിസ് ആണ്. ഡോക്ടർ എന്നെ കണ്ടതേ പറഞ്ഞത് ഇത് ആണ്. എന്നിട്ട് ഡോക്ടർ എൻ്റെ തലയിൽ നോക്കി സോറിയാസിസ് ആർത്രൈറ്റിസ് ആണ്, തലയിലാണ് ഇത് ഇപ്പോൾ തലയിലാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദേഹത്തും ഇവിടെ എല്ലാം വരും. ദേഹത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം തലയിലായതുകൊണ്ട് തലയിലാണ് ഉണ്ടായിരിക്കുന്നത്. താരം പോലെ പൊടി പോലെയല്ല, കുത്തി പിടിച്ച താരം പോലെയാണിത് വരുന്നത്. ഞങ്ങളിത് താരനാണെന്ന് വിചാരിച്ചിട്ട് താരന് വേണ്ടി പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതിനൊക്കെ ഒത്തിരി പൈസ ചിലവായി. പക്ഷേ ഇതൊന്നും മാറുന്നില്ലായിരുന്നു. കൂടുന്നതല്ലാതെ മാറുന്നതേ ഇല്ലായിരുന്നു. തലയിൽ ഇതുപോലുള്ള താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തനിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ഒരു ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കണം. ഞാനത് തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അന്നൊന്നും ഇത് കണ്ടുപിടിച്ചില്ല. അവസാനം ഏറ്റവും കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്.